ചിന്നിച്ചിതറുന്ന കുഞ്ഞു ശരീരങ്ങൾ കണ്ട് ആർത്ത് ചിരിക്കുന്ന ആഹ്ലാദാരവം മുഴക്കുന്ന ഇസ്രായേൽ സൈനികർ. ഒരു മറ പോലുമില്ലാത്ത അതിരിനപ്പുറം നിരവധി ജീവനുകൾ കത്തിയാളുമ്പോൾ DJ ആഘോഷങ്ങളെല്ലാം വരുന്ന ഇസ്രായേൽ ജനത. ലോകം മനഃപൂർവ്വം മറന്നുകൊണ്ടിരിക്കുന്ന സയനിസ്റ്റ് കൊടുക്രൂരതകളെ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അൽ ജസീറ ചാനലിൻ്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് വാർ ക്രൈംസ് ഇൻ ഗസ എന്ന പുതിയ ഡോക്യുമെൻ്ററി ഫിലിം. ഗസ മുനമ്പ് എന്ന ഭൂമിയിലെ തുറന്ന ജയിലിൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ കണ്ണിൽ ചോരയില്ലാത്ത നരനായാട്ടും കൂട്ടക്കുരുതിയും. വെള്ളമില്ല, വൈദ്യുതിയില്ല, തല ചായ്ക്കാൻ ഒരിടമില്ല, ആശുപത്രികളില്ല, എങ്ങും പട്ടിണി മാത്രം. തൊട്ടപ്പുറത്തെ മതിലുകൾക്കപ്പുറത്തെ സുരക്ഷയുടെ അഹന്തയിൽ മുഴങ്ങുന്ന DJ ആരവങ്ങൾ, ആർപ്പുവിളികൾ. 2023 ഒക്ടോബർ 7 ശേഷം ഇസ്രായേൽ ഗസയിൽ നടത്തിയ യുദ്ധ കുറ്റകൃത്യങ്ങൾ കൃത്യമായി പകർത്തിവെച്ചിരിക്കുകയാണ് ഈ ഡോക്യുമെൻ്ററിയിൽ. ഗസയിലെ മനുഷ്യക്കുരുതി തുടങ്ങിയിട്ട് ഒരു വർഷം തികയാനിരിക്കെ അന്വേഷണാത്മക സംഘം തെളിവുകൾ സഹിതമാണ് ഇത് ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്നത്. ഗസയിൽ നിന്ന് നേരിട്ട് പകർത്തിയ ദൃശ്യങ്ങൾ ഇസ്രായേലി സൈനികർ തന്നെ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോകളും ചിത്രങ്ങളും കൊടും ക്രൂരതയ്ക്ക് സാക്ഷ്യം വഹിച്ചവരുടെ അനുഭവ വിവരണങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗസയിലെ ഒരു സാധാരണ സായാഹ്നം. അനേകായിരം പേർ അഭയം തേടിയ ഒരു പാർപ്പിട സമുച്ചയത്തിൻ്റെ ചെറിയ നടുമുറ്റത്ത് പോസ്റ്റുകൾ കെട്ടിയുണ്ടാക്കി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഫലസ്തീനി ബാലന്മാർ. കാഴ്ചക്കാരായി നൂറുകണക്കിന് കുട്ടികൾ. അവർക്കിടയിലേക്ക് പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഭീകര ശബ്ദവുമായി മിസൈൽ പതിക്കുന്നു. കുട്ടികളെല്ലാം ചിതറിയോടുന്നു. അത്രയും നേരം കുഞ്ഞുങ്ങൾ ആർത്തുവിളിച്ച ആ മുറ്റത്ത് പിന്നെ നാം കാണുന്നത് ജീവനറ്റും പരിക്കേറ്റും ചിതറിക്കിടക്കുന്ന കുഞ്ഞുങ്ങളെയും തകർന്നടിഞ്ഞതിൻ്റെ ശേഷിപ്പുകളെയുമാണ്. ഇങ്ങനെയാണ് അൽ ജസീറ ഡോക്യുമെൻ്ററി ഫിലിം ആരംഭിക്കുന്നത്. ഗസയിലെ മിസൈൽ ആക്രമണ ദൃശ്യങ്ങൾ കണ്ട് ആർത്തട്ടഹസിക്കുന്ന ഇസ്രായേൽ സൈനികർ. സൈനിക ടാങ്കിന് മുന്നിൽ നിന്ന് പാട്ടുകൾക്കൊത്ത് നൃത്തം വെച്ച് ടിക്ടോക്ക് വീഡിയോ ചിത്രീകരിക്കുന്ന വനിതാ IDF അംഗങ്ങൾ. തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കകത്ത് നിന്ന് നൃത്തം ചെയ്യുന്ന വീഡിയോ പകർത്തുന്ന സൈനികർ. കണ്ണും കെട്ടി ബന്ദികളാക്കി നിർത്തിയ ഫലസ്തീനികൾ. അവർക്ക് മേൽ സൈനികർ നടത്തുന്ന ക്രൂരത. ഒരു DJ പാർട്ടിയിൽ നിങ്ങളുടെ ഗ്രാമം കത്തിച്ചാമ്പലാവട്ടെ എന്ന് തുടങ്ങുന്ന വരികൾക്ക് ആരവങ്ങളോടെ ചുവടുവെച്ച് ആർത്തുല്ലസിക്കുന്ന ഇസ്രായേലി പൗരന്മാർ. അങ്ങനെ പോകുന്നു ഡോക്യുമെൻ്ററി. ഒരു മണിക്കൂറും 21 മിനിറ്റും ദൈർഘ്യമുള്ള വിശദമായ അന്വേഷണാത്മക ഡോക്യുമെൻ്ററിയാണ് അൽ ജസീറ യൂട്യൂബിലൂടെ പുറത്തുവിട്ടത്. കൃത്യമായ ആസൂത്രണത്തോടെ ഇസ്രായേൽ ഗസയിൽ നടപ്പാക്കിയ വംശഹത്യാ പദ്ധതിയെ വെളിച്ചത്ത് നിർത്തുന്നു ഇതിലെ ദൃശ്യങ്ങൾ. ഗസയെ തകർത്തെറിഞ്ഞ ബോംബ് വർഷങ്ങളും ഇസ്രായേൽ നടത്തിയ കൊള്ളയും കൊലയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുമെല്ലാം അക്കമിട്ട് നിരത്തുന്നുണ്ട് ഇതിൽ. സ്കൂളുകൾ, ആശുപത്രികൾ, വീടുകൾ, റോഡുകൾ തുടങ്ങി ഒരു രാജ്യത്തെ മുഴുവൻ സംവിധാനങ്ങളും തകർത്ത് ഒരു ജനതയെ തെരുവിലാക്കിയതിൻ്റെ നാൾവഴികൾ വ്യക്തമായി ഇതിൽ വിശദീകരിക്കുന്നു. ഉത്തര ഗസ മുതൽ ഗസ സിറ്റി വരെയും അവിടെ നിന്ന് ഖാൻ യൂനിസും കടന്ന് റഫ, ഗസയിലെ അവസാനത്തെ സുരക്ഷിത കേന്ദ്രമെന്ന് കരുതി ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ഓടിച്ചെന്ന് തിങ്ങിപ്പാർത്ത റഫയിലും അവസാനം ബോംബ് വർഷിക്കുന്നു. UN അംഗീകാരമുള്ള അഭയാർത്ഥി ക്യാമ്പുകൾ വരെ തകർത്ത് കളഞ്ഞ കൊടും ഭീകരത.
അൽ ജസീറയുടെ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, സാധാരണ മനുഷ്യർ, മനുഷ്യാവകാശ പ്രവർത്തകർ, അന്താരാഷ്ട്ര വിദഗ്ധർ എന്നിവരുടെ എല്ലാം കണ്ണിലൂടെയാണ് ഗസയെ നമുക്ക് ഈ ഡോക്യുമെൻ്ററിയിൽ കാണിച്ചു തരുന്നത്. തങ്ങളുടെ യുദ്ധക്കുറ്റങ്ങളെല്ലാം ഇസ്രായേൽ നിഷേധിക്കുകയാണെന്നും ഡോക്യുമെൻ്ററിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ സിവിലിയന്മാരെ തിരഞ്ഞുപിടിച്ചു കൊന്നെന്ന +972 മാഗസിൻ്റെ ലേഖനം ഉൾപ്പെടെ മുഴുവൻ ആരോപണങ്ങളും ഇസ്രായേൽ തള്ളിയിട്ടുണ്ട്. വീടുകളിൽ കഴിയുന്ന ആയിരങ്ങളെ കൊല്ലുന്ന ഒരു നയവും തങ്ങൾക്കില്ലെന്ന് ഹമാസ് കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടതെന്ന ന്യായം വീണ്ടും വീണ്ടും അവർ നിരത്തുന്നു. വെള്ളത്തുണി വീശി അഭയം തേടിപ്പോകുന്ന കുഞ്ഞുങ്ങൾക്ക് നേരെ കാഞ്ചി വലിക്കുന്നു. ഒക്ടോബർ 7 ശേഷം ഗസ മുനമ്പിൽ ഇസ്രായേൽ കൊന്നുകളഞ്ഞ മാധ്യമപ്രവർത്തകരുടെ സ്മരണയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുന്നുവെന്ന കുറിപ്പോടെയാണ് ഡോക്യുമെൻ്ററി അവസാനിക്കുന്നത്. ഫോട്ടോ ജേർണലിസ്റ്റ് സാമീർ അബുദഗ, റിപ്പോർട്ടർമാരായ ഹംസ അൽ ദഹ്ദൂദ്, ഇസ്മായിൽ അൽ ഗൗൽ, റാമി അൽ റീഫി എന്നിങ്ങനെ കൊല്ലപ്പെട്ട 4 അൽ ജസീറ റിപ്പോർട്ടർമാരെയും ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ ഗസ ബ്യൂറോ ചീഫ് വായിൽ അൽ ദഹ്ദൂദിൻ്റെയും മറ്റു 3 മാധ്യമപ്രവർത്തകരുടെയും കുടുംബങ്ങളുടെയും പ്രത്യേകം സ്മരിക്കുന്നുണ്ട് ഈ ഡോക്യുമെൻ്ററി. എൻ്റെ ഉമ്മ രക്തസാക്ഷിയായി, സഹോദരങ്ങൾ രക്തസാക്ഷിയായി, എല്ലാം അവർ തകർത്തു. നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളെ കാണാത്തതെന്ന കുഞ്ഞുമോളുടെ ചോദ്യത്തിന് മുന്നിൽ നമുക്ക് ലജ്ജിച്ച് തലതാഴ്ത്താം. തകർന്നടഞ്ഞ കെട്ടിടങ്ങൾ, പൊന്നുമക്കളുടെ പേരിട്ട് വിളിക്കുന്ന ഉപ്പാൻ്റെ ശബ്ദം കേൾക്കാതിരിക്കാൻ നമുക്ക് ഇനിയും ചെവി അടച്ചിരിക്കാം.